ചൈനക്കാർ മൂക്കത്ത് വിരൽ വെച്ചു. അവരുടെ കുഞ്ഞിനെ കട്ടെടുത്തിരിക്കുന്നു. യോഗിയുടെ ഗ്രേറ്റർ നോയിഡയിലെ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി. ചൈനക്കാരുടെ കൊലവും യുപിക്കാരുടെ കൊലവും കണ്ടാലറിഞ്ഞുകൂടെ? എന്നിട്ടും ചൈനക്കാരൻ്റെ കുട്ടിയെ കട്ടുകൊണ്ടുവന്ന് അത് യുപിക്കാരൻ്റെ കുട്ടിയാണെന്ന് ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കുക. സ്വന്തമായി കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാ ആരൻ്റെ കുഞ്ഞിൻ്റെ തന്തയാകുന്നത്? അവസാനം കള്ളി പൊളിഞ്ഞു. നാട്ടുകാരും ലോകരും കൊക്കി വിളിച്ചു, കൂട്ടത്തിൽ കോൺഗ്രസുകാരും. ഇതാ കണ്ടോളൂ. നടക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായുള്ള എക്സ്പോയിലായിരുന്നു ഗാൽഗോട്ടിയ സർവകലാശാലയുടെ വിവാദമായ റോബോഡോഗിന്റെ പ്രദർശനം. ചൈനീസ് നിർമ്മിതമായ റോബോഡോഗ് സർവകലാശാലയിലെ സെന്റർ ഓഫ് എക്സലൻസ് വികസിപ്പിച്ചെടുത്തത് എന്നായിരുന്നു അവകാശവാദം. This has been developed by the Center of Excellence at the Galgotias University. I would also like to take a moment to brief you about Galgotias University. We are the first private university investing more than 350 crore rupees in artificial intelligence. സർവകലാശാലയുടെ പ്രതിനിധിയുടെ വീഡിയോ വൈറലായതോടെ റോബോഡോഗ് ചൈനീസ് നിർമ്മിതമാണെന്ന് പ്രതികരിച്ച് നിരവധി പേർ രംഗത്തെത്തി. സംഭവം വിവാദമായതോടെ റോബോഡോഗ് തദ്ദേശീയമായി വികസിപ്പിച്ചതല്ലെന്ന് സർവകലാശാല സമ്മതിച്ചു. എത്ര വൃത്തികേടാണ് ഈ ഊപ്പി ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് വരുത്തി വെച്ചത്. ചൈനീസ് നിർമ്മിത റോബോഡോഗ് ഞങ്ങൾ നിർമ്മിച്ചതാണെന്ന് അവകാശപ്പെടുക, എന്നിട്ടത് ചൈനയടക്കം ലോകരാജ്യങ്ങൾ കേൾക്കെ ലോകത്തോട് വിളിച്ചു പറയുക. എന്താണ് ചഞ്ചുള ചിഞ്ചില മഹാറാണി എഴുന്നള്ളിച്ചത്? ഇത് ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റിയുടെ മികവിന്റെ കേന്ദ്രം വികസിപ്പിച്ച റോബോഡോഗാണ്. ഞങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി 350 കോടി രൂപ ചെലവഴിച്ച ഏക സ്വകാര്യ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ. എന്തൊരു തള്ള തള്ളിയത്! അവസാനം കള്ളി പുറത്തായപ്പോൾ ആട്ടിയോടിച്ചു. ഡൽഹിയിൽ നടക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന എക്സ്പോ, അവിടെ UP ഗ്രേറ്റ് നോയിഡയിലെ ഗോൽഗോട്ടിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ട ഒരു റോബോഡോഗ് മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ കള്ളം പുറത്തായി. റോബോഡോഗ് ചൈനയുടേത്. അവസാനം നാണം മറക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എക്സ്പോ വേദിയിൽ നിന്നും ഗോൽഗോട്ടിയ യൂണിവേഴ്സിറ്റിയെ ആട്ടിയോടിച്ചു. എന്താല്ലേ കഷ്ടം! ഇതാണ് യോഗിയുടെ ഊപ്പി. എല്ലാം മായ, അല്ലാതെന്ത് പറയാൻ.